ചോദ്യം 1. 1 സാമുവേൽ അധ്യായം 1-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 28 വാക്യങ്ങൾ. ചോദ്യം 2. 1 സാമുവേൽ അധ്യായം 1-ന്റെ ശീർഷകം എന്ത്? ഉത്തരം സാമുവേലിന്റെ ജനനം. ചോദ്യം 3. റാമാത്തയീം എന്ന പ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? ഉത്തരം എഫ്രായിം മലനാട്ടിൽ. ചോദ്യം 4. എൽക്കാന ഏതു വംശജനായിരുന്നു? ഉത്തരം സൂഫ് വംശജൻ. ചോദ്യം 5. എൽക്കാനയുടെ പിതാവ് ആരായിരുന്നു? ഉത്തരം യെരോഹാം. ചോദ്യം 6. എഫ്രായിംകാരനായ സൂഫിന്റെ പുത്രൻ ആരായിരുന്നു? ഉത്തരം തോഹു. ചോദ്യം 7. എൽക്കാനയുടെ ഭാര്യമാർ ആരൊക്കെയായിരുന്നു? ഉത്തരം ഹന്നായും പെനീനായും. ചോദ്യം 8. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും പോയിരുന്നത് എവിടേക്കാണ്? ഉത്തരം ഷീലോയിലേക്ക്. ചോദ്യം 9. എൽക്കാന കർത്താവിന് ബലിയർപ്പിക്കുവാൻ ഷീലോയിൽ പോകുന്ന കാലത്ത് കർത്താവിന്റെ പുരോഹിതർ ആരായിരുന്നു? ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 10. ഹോഫ്നിയും ഫിനെഹാസും ആരുടെ പുത്രന്മാരായിരുന്നു? ഉത്തരം ഏലിയുടെ. ചോദ്യം 11. എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നത് എപ്പോഴാണ്? ഉത്തരം ബലിയർപ്പിക്കുന്ന ദിവസം. ചോദ്യം 12. പൂരിപ്പിക്കുക. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഡാഷ് കൊടുത്തിരുന്നു? ഉത്തരം ഓഹരി. ചോദ്യം 13. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന ഓഹരി കൊടുത്തിരുന്നത് ആർക്കാണ്? ഉത്തരം ഭാര്യ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും. ചോദ്യം 14. എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്നത് ആരെയാണ്? ഉത്തരം ഹന്നായെ. ചോദ്യം 15. എൽക്കാന ഹന്നായ്ക്ക് ഓഹരിയിൽ ഒരു അംശം മാത്രം നൽകിയത് എന്തുകൊണ്ടാണ്? ഉത്തരം കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നതിനാൽ. ചോദ്യം 16. ഹന്നായുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നത് എന്ത് നിമിത്തമാണ്? ഉത്തരം അവളുടെ വന്ധ്യത നിമിത്തം. ചോദ്യം 17. പെനീന ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത് എപ്പോഴാണ്? ഉത്തരം ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ. ചോദ്യം 18. പെനീന ഹന്നായെ പ്രകോപിപ്പിക്കുമ്പോൾ അവൾ എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ചോദ്യം 19. എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് ഹന്നായോട് ചോദിച്ചത് ആരാണ്? ഉത്തരം എൽക്കാന. ചോദ്യം 20. ഷീലോയിൽ വെച്ച് മറ്റുള്ളവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിനു ശേഷം ഹന്ന പോയത് എവിടേക്കാണ്? ഉത്തരം കർത്താവിന്റെ സന്നിധിയിലേക്ക്. ചോദ്യം 21. ഹന്ന കർത്താവിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപമുള്ള പീഠത്തിൽ ഇരുന്നിരുന്നത് ആരാണ്? ഉത്തരം പുരോഹിതനായ ഏലി. ചോദ്യം 22. തനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുമെന്നും അവന്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല എന്നും നേർച്ച നേർന്നത് ആരാണ്? ഉത്തരം ഹന്ന. ചോദ്യം 23. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹന്നായെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഉത്തരം ഏലി. ചോദ്യം 24. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കവേ ഹന്നായുടെ അധരം മാത്രം ചലിക്കുകയും ശബ്ദം പുറത്തു വരാതിരിക്കുകയും ചെയ്യുന്നത് കണ്ട ഏലിക്ക് അവളെപ്പറ്റി എന്തു തോന്നിയെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്?
ഉത്തരം അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. ചോദ്യം 25. എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഏലി ഹന്നായോട്. ചോദ്യം 26. ഞാൻ എന്തനുഭവിക്കുന്നവളാണെന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? ഉത്തരം വളരെയേറെ മനോവേദന. ചോദ്യം 27. ഞാൻ എന്ത് കഴിച്ചിട്ടില്ല എന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? ഉത്തരം വീഞ്ഞോ ലഹരി പാനീയമോ. ചോദ്യം 28. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ എന്ത് പകരുകയായിരുന്നുവെന്നാണ് ഹന്ന ഏലിയോട് പറഞ്ഞത്? ഉത്തരം എന്റെ ഹൃദയവികാരങ്ങൾ. ചോദ്യം 29. പൂരിപ്പിക്കുക. ഈ ദാസിയെ അധപതിച്ച ഒരുവളായി വിചാരിക്കരുതേ. അത്യധികമായ ഡാഷ് മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. ഉത്തരം ആകുലതയും അസ്വസ്ഥതയും. ചോദ്യം 30. എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് എന്തു ചെയ്തുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം കർത്താവിനെ ആരാധിച്ചു. ചോദ്യം 31. എന്തു പറഞ്ഞാണ് ഹന്ന കുഞ്ഞിന് സാമുവൽ എന്ന് പേരിട്ടത്? ഉത്തരം ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. ചോദ്യം 32. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. ആര്? ഉത്തരം ഹന്ന. ചോദ്യം 33. കുട്ടിയെ കർത്തൃസന്നിധിയിൽ എപ്പോൾ കൊണ്ടുവന്നുകൊള്ളാമെന്നാണ് ഹന്ന ഭർത്താവിനോട് പറഞ്ഞത്? ഉത്തരം അവന്റെ മുലകുടി മാറുമ്പോൾ. ചോദ്യം 34. കുട്ടിയെ കർത്തൃസന്നിധിയിൽ കൊണ്ടുവരുന്നത് എന്തിനാണെന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം അവൻ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന്. ചോദ്യം 35. എൽക്കാനയും കുടുംബവും കാളക്കുട്ടിയെ ബലിയർപ്പിച്ച ശേഷം എന്താണ് ചെയ്തത്? ഉത്തരം ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നു. ചോദ്യം 36. എൽക്കാനയും കുടുംബവും ശിശുവിനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്നത് എപ്പോഴാണ്? ഉത്തരം കാളക്കുട്ടിയെ ബലിയർപ്പിച്ച ശേഷം. ചോദ്യം 37. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അധ്യായവും വാക്യവും പറയുക. ഉത്തരം 1 സാമുവൽ 1:27. ചോദ്യം 38. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു എന്ന് ഹന്ന പറഞ്ഞത് ആരോടാണ്? ഉത്തരം പുരോഹിതനായ ഏലിയോട്. ചോദ്യം 1. 1 സാമുവൽ അധ്യായം 2 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 36 വാക്യങ്ങൾ. ചോദ്യം 2. 1 സാമുവൽ അധ്യായം 2 ആദ്യ ശീർഷകം എന്ത്? ഉത്തരം ഹന്നായുടെ കീർത്തനം. ചോദ്യം 3. എന്ത് കർത്താവിൽ ആനന്ദിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം എന്റെ ഹൃദയം. ചോദ്യം 4. എന്റെ ഹൃദയം എന്തിൽ ആനന്ദിക്കുന്നുവെന്നാണ് ഹന്ന പ്രാർത്ഥിച്ചത്? ഉത്തരം കർത്താവിൽ. ചോദ്യം 5. എന്ത് കർത്താവിൽ ഉയർന്നിരിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം എന്റെ ശിരസ്. ചോദ്യം 6. എന്റെ ശിരസ് എവിടെ ഉയർന്നിരിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം കർത്താവിൽ. ചോദ്യം 7. എന്റെ അധരം എന്തു ചെയ്യുന്നുവെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ശത്രുക്കളെ പരിഹസിക്കുന്നു. ചോദ്യം 8. ഞാൻ എന്തിൽ ആനന്ദിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞത്? ഉത്തരം അവിടുത്തെ രക്ഷയിൽ. ചോദ്യം 9. അവിടുത്തെ രക്ഷയിൽ ഞാൻ എന്തു ചെയ്യുന്നുവെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ആനന്ദിക്കുന്നു. ചോദ്യം 10. പൂരിപ്പിക്കുക.
കർത്താവിനെ പോലെ ഡാഷ് മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. ഉത്തരം പരിശുദ്ധനായി. ചോദ്യം 11. നമ്മുടെ കർത്താവിനെ പോലെ മറ്റെന്തില്ല എന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം സുസ്ഥിരമായ ഒരാശ്രയം. ചോദ്യം 12. മേലിൽ എങ്ങനെ സംസാരിക്കരുതെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം അഹന്തയോടെ. ചോദ്യം 13. നിന്റെ നാവിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ഗർവ്. ചോദ്യം 14. പൂരിപ്പിക്കുക. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ, കാരണം കർത്താവ് ഡാഷ് ആണ്. ഉത്തരം സർവജ്ഞനായ ദൈവം. ചോദ്യം 15. എന്ത് വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? ഉത്തരം പ്രവൃത്തികളെ. ചോദ്യം 16. ഹന്ന തന്റെ കീർത്തനത്തിൽ പറയുന്നതനുസരിച്ച് വീരന്മാരുടെ എന്താണ് തകർക്കപ്പെടുന്നത്? ഉത്തരം വില്ലുകൾ. ചോദ്യം 17. ആരുടെ വില്ലുകൾ തകർക്കപ്പെടുമെന്നാണ് ഹന്ന തന്റെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം വീരന്മാരുടെ. ചോദ്യം 18. ആര് ശക്തി പ്രാപിക്കുമെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ബലഹീനർ. ചോദ്യം 19. ബലഹീനർക്ക് എന്ത് സംഭവിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ശക്തി പ്രാപിക്കും. ചോദ്യം 20. ഹന്നായുടെ പ്രാർത്ഥനയനുസരിച്ച് ആരാണ് ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നത്? ഉത്തരം സുഭിക്ഷം അനുഭവിച്ചവർ. ചോദ്യം 21. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർക്ക് എന്ത് സംഭവിച്ചുവെന്നാണ് ഹന്ന തന്റെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. ചോദ്യം 22. ആര് സംതൃപ്തി അടയുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം വിശപ്പ് അനുഭവിച്ചവർ. ചോദ്യം 23. ഹന്നായുടെ കീർത്തനത്തിൽ ആര് 7 പ്രസവിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം വന്ധ്യ. ചോദ്യം 24. വന്ധ്യ എത്ര പ്രസവിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം 7. ചോദ്യം 25. ഹന്നായുടെ കീർത്തനത്തിൽ നിരാലംബരാകുന്നത് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സന്താന സമ്പത്തുള്ളവൾ. ചോദ്യം 26. സന്താന സമ്പത്തുള്ളവൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം നിരാലംബയാകുന്നു. ചോദ്യം 27. ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ആരാണെന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം കർത്താവ്. ചോദ്യം 28. പൂരിപ്പിക്കുക. ദരിദ്രനും ധനികനുമാക്കുന്നത് ഡാഷ് ആണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ഉത്തരം കർത്താവ്. ചോദ്യം 29. അവിടുന്ന് ദരിദ്രനെ ഉയർത്തുന്നത് എവിടെ നിന്നാണെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ധൂളിയിൽ നിന്ന്. ചോദ്യം 30. ഹന്നയുടെ പ്രാർത്ഥനയിൽ കർത്താവ് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നത് ആരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദരിദ്രനെ. ചോദ്യം 31. അഗതിയെ കർത്താവ് എന്തു ചെയ്യുന്നുവെന്നാണ് ഹന്നയുടെ കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. ചോദ്യം 32. കർത്താവ് പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുകയും ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുകയും ചെയ്യുന്നത് ആരെയാണെന്നാണ് ഹന്നയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ദരിദ്രനെയും അഗതിയെയും. ചോദ്യം 33. പൂരിപ്പിക്കുക. ഡാഷ് കർത്താവിൻ്റെതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. ഉത്തരം ഭൂമിയുടെ അടിത്തൂണുകൾ. ചോദ്യം 34. ഭൂമിയുടെ അടിത്തൂണുകൾക്ക് മുകളിൽ കർത്താവ് എന്ത് ഉറപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ലോകത്തെ. ചോദ്യം 35.
ഹന്നായുടെ കീർത്തനത്തിൽ കർത്താവ് എന്ത് കാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ. ചോദ്യം 36. ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ആരാണ്? ഉത്തരം ദുഷ്ടന്മാർ. ചോദ്യം 37. ദുഷ്ടന്മാർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ചോദ്യം 38. എന്തിനാൽ ആരും പ്രബലരാകുന്നില്ല എന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ശക്തിയാൽ. ചോദ്യം 39. കർത്താവ് പ്രതിയോഗികളെ എന്തു ചെയ്യുമെന്നാണ് ഹന്നായുടെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ഛിന്നഭിന്നമാക്കുന്നു. ചോദ്യം 40. കർത്താവ് ആരെ ഛിന്നഭിന്നമാക്കുന്നുവെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം പ്രതിയോഗികളെ. ചോദ്യം 41. ഹന്ന തന്റെ പ്രാർത്ഥനയിൽ കർത്താവ് ആർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പ്രതിയോഗികൾക്ക്. ചോദ്യം 42. കർത്താവ് ആർക്ക് ശക്തി കൊടുക്കുമെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം തന്റെ രാജാവിന്. ചോദ്യം 43. തന്റെ അഭിഷിക്തന് വേണ്ടി കർത്താവ് എന്തു ചെയ്യുമെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ശിരസ്സുയരുമാറാക്കും. ചോദ്യം 44. കർത്താവ് ആരുടെ ശിരസ്സുയരുമാറാക്കുമെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം തന്റെ അഭിഷിക്തന്റെ. ചോദ്യം 45. ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തിരുന്നത്? ഉത്തരം പുരോഹിതനായ ഏലിയുടെ. ചോദ്യം 1. 1 സാമുവൽ അധ്യായം 2 12 മുതൽ 36 വരെ വാക്യങ്ങളുടെ ശീർഷകം എന്താണ്? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. ചോദ്യം 2. 1 സാമുവൽ അധ്യായം 2 ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം ഏലിയുടെ പുത്രന്മാരെ പറ്റി. ചോദ്യം 3. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം മാനിക്കാതിരുന്നത് ആരാണ്? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. ചോദ്യം 4. ജനങ്ങളിൽ നിന്ന് ആർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമമാണ് ഏലിയുടെ പുത്രന്മാർ മാനിക്കാതിരുന്നത്? ഉത്തരം പുരോഹിതർക്ക്. ചോദ്യം 5. ആരിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമമാണ് ഏലിയുടെ പുത്രന്മാർ മാനിക്കാതിരുന്നത്? ഉത്തരം ജനങ്ങളിൽ നിന്ന്. ചോദ്യം 6. ജനങ്ങളിൽ ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ എടുത്തിരുന്നത് ആരാണ്? ഉത്തരം പുരോഹിതന്റെ ഭൃത്യൻ. ചോദ്യം 7. എന്ത് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നുവെന്നാണ് 1 സാമുവൽ 2:17 പറയുന്നത്? ഉത്തരം ഏലിയുടെ പുത്രന്മാരുടെ പാപം. ചോദ്യം 8. ഏലിയുടെ പുത്രന്മാർ അശ്രദ്ധയോടെ വീക്ഷിച്ചത് എന്തിനെയാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം കർത്താവിനുള്ള അർച്ചനയെ. ചോദ്യം 9. ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. ആര്? ഉത്തരം ബാലനായ സാമുവൽ. ചോദ്യം 10. പൂരിപ്പിക്കുക. ബാലനായ സാമുവൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു.
ഡാഷ് കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രമാണ് അവൻ ധരിച്ചിരുന്നത്. ഉത്തരം ചണനൂൽ. ചോദ്യം 11. സാമുവലിന്റെ അമ്മ അവൻ എന്താണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്? ഉത്തരം ചെറിയ ഉടുപ്പ്. ചോദ്യം 12. ദൈവം എന്ത് നൽകട്ടെ എന്നാണ് എൽക്കാനയെയും ഭാര്യയെയും ഏലി അനുഗ്രഹിച്ചത്? ഉത്തരം കുട്ടികൾ. ചോദ്യം 13. സാമുവലിന് ശേഷം ഹന്ന എത്ര കുട്ടികൾക്കാണ് ജന്മം നൽകിയത്? ഉത്തരം 3 പുത്രന്മാർക്കും 2 പുത്രിമാർക്കും. ചോദ്യം 14. തന്റെ പുത്രന്മാർ ആരുടെ കൂടെ ശയിച്ചിരുന്നു എന്ന വിവരമാണ് ഏലി അറിഞ്ഞത്? ഉത്തരം സമാഗമ കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത്. ചോദ്യം 15. എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഏലി. ചോദ്യം 16. ഏലി തന്റെ പുത്രന്മാരെ കുറിച്ച് എന്തുതരം വാർത്തയാണ് കേട്ടത്? ഉത്തരം അവരുടെ ദുഷ്കൃത്യങ്ങളെ പറ്റി. ചോദ്യം 17. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ ആരാണ് അവന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്? ഉത്തരം ദൈവം. ചോദ്യം 18. ഏലിയുടെ പുത്രന്മാർ പിതാവിന്റെ വാക്ക് കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം അവരെ നശിപ്പിക്കാൻ കർത്താവ് നിശ്ചയിച്ചിരുന്നതിനാൽ. ചോദ്യം 19. ബാലനായ സാമുവൽ ആരുടെ പ്രീതിയിൽ വളർന്നു വന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം കർത്താവിന്റെയും മനുഷ്യരുടെയും. ചോദ്യം 20. കർത്താവിന്റെ സന്ദേശവുമായി ഏലിയുടെ അടുത്തേക്ക് വന്നത് ആരാണ്? ഉത്തരം കർത്താവ് അയച്ച ഒരാൾ. ചോദ്യം 21. ഏലിയുടെ പിതാവിന്റെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം കർത്താവിന്റെ പുരോഹിതരാകാൻ. ചോദ്യം 22. ദൈവത്തെക്കാൾ അധികമായി നീ ആരെ ബഹുമാനിച്ചുവെന്നാണ് ദൈവം ഏലിയോട് പറഞ്ഞത്? ഉത്തരം നിന്റെ മക്കളെ. ചോദ്യം 23. പൂരിപ്പിക്കുക. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ ഡാഷ്. ഉത്തരം നിന്ദിക്കപ്പെടും. ചോദ്യം 24. ഏലിയുടെ പിതൃകുടുംബത്തിനെതിരെ എന്തു ചെയ്യുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം ശക്തി ക്ഷയിപ്പിക്കും. ചോദ്യം 25. ഏലിയും കുടുംബവും എന്ത് കണ്ടിട്ട് അസ്വസ്ഥരും അസൂയാലുക്കളുമാകുമെന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം മറ്റുള്ളവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ. ചോദ്യം 26. ഏലിയുടെ പിൻഗാമികൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്? ഉത്തരം യൗവനത്തിൽ മരിക്കും. ചോദ്യം 27. ഹോഫ്നിക്കും ഫിനെഹാസിനും എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്?
ഉത്തരം: അവർ ഒരേ ദിവസം മരിക്കും. ചോദ്യം 28. എങ്ങനെയുള്ള ഒരു പുരോഹിതനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്? ഉത്തരം: വിശ്വസ്തനായ ഒരു പുരോഹിതനെ. ചോദ്യം 29. വിശ്വസ്തനായ പുരോഹിതൻ നിത്യം ശുശ്രൂഷ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഉത്തരം: എന്റെ അഭിഷിക്തന്റെ സന്നിധിയിൽ. ചോദ്യം 30. ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ വിശ്വസ്തനായ പുരോഹിതനോട് യാചിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഉത്തരം: ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി. ചോദ്യം 1. ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോകുന്നത് ആരുടെ സാന്നിധ്യത്തിലായിരുന്നു? ഉത്തരം: ഏലിയുടെ. ചോദ്യം 2. പൂരിപ്പിക്കുക. അക്കാലത്ത് ഡാഷ് ചുരുക്കമായിട്ട് ലഭിച്ചിരുന്നുള്ളൂ. ഉത്തരം: കർത്താവിന്റെ അരുളപ്പാട്. ചോദ്യം 3. അക്കാലത്ത് വിരളമായിരുന്നുവെന്ന് 1 സാമുവേൽ അധ്യായം 3 പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം: കർത്താവിന്റെ ദർശനങ്ങൾ. ചോദ്യം 4. ഏലിയുടെ കണ്ണുകൾക്ക് എന്ത് സംഭവിച്ചുവെന്നാണ് സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: മങ്ങിത്തുടങ്ങിയിരുന്നു. ചോദ്യം 5. സാമുവേൽ എവിടെയാണ് കിടന്നിരുന്നത്? ഉത്തരം: ദേവാലയത്തിൽ ദൈവത്തിന്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ. ചോദ്യം 6. കർത്താവ് ആദ്യം വിളിച്ചപ്പോൾ സാമുവേൽ എന്ത് മറുപടിയാണ് നൽകിയത്? ഉത്തരം: ഞാൻ ഇതാ. ചോദ്യം 7. കർത്താവ് വിളിച്ചപ്പോൾ സാമുവേൽ ഓടിച്ചെന്നത് എവിടേക്കാണ്? ഉത്തരം: ഏലിയുടെ അടുത്തേക്ക്. ചോദ്യം 8. കർത്താവിന്റെ വിളി കേട്ട് 2-ാം തവണയും തന്റെ അടുത്തേക്ക് വന്ന സാമുവേലിനെ ഏലി എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? ഉത്തരം: മകനെ. ചോദ്യം 9. 2-ാം തവണയും വിളിച്ചത് കർത്താവാണെന്ന് സാമുവേൽ അറിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: കർത്താവിന്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ചോദ്യം 10. സാമുവേൽ 3-ാമതും തന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ഏലിക്ക് മനസ്സിലായത് എന്താണ്? ഉത്തരം: കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന്. ചോദ്യം 11. ഇനിയും വിളിക്കുന്നതായി തോന്നിയാൽ എന്തു മറുപടി പറയാനാണ് ഏലി സാമുവേലിന് നിർദ്ദേശം നൽകിയത്? ഉത്തരം: കർത്താവെ, അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. ചോദ്യം 12. ഇസ്രായേൽ ജനതയോട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവന് എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: ഇരുചെവികളും തരിച്ചു പോകും. ചോദ്യം 13. ആർക്കെതിരെ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: ഏലിയുടെ കുടുംബത്തിനെതിരെ. ചോദ്യം 14. ഏലിയുടെ മക്കൾക്കെതിരെ കർത്താവ് ചുമത്തിയ കുറ്റം എന്തായിരുന്നു? ഉത്തരം: ദൈവദൂഷണം പറഞ്ഞു. ചോദ്യം 15. ഏലി ചെയ്ത തെറ്റെന്തായിരുന്നു? ഉത്തരം: ദൈവദൂഷണം പറയുന്നതിൽ നിന്ന് പുത്രന്മാരെ തടഞ്ഞില്ല. ചോദ്യം 16. ബലികളും കാഴ്ചകളും എന്തിന് പരിഹാരമാവുകയില്ലെന്നാണ് കർത്താവ് ശപഥം ചെയ്തു പറഞ്ഞത്? ഉത്തരം: ഏലി കുടുംബത്തിന്റെ പാപത്തിന്. ചോദ്യം 17. ഏലി കുടുംബത്തിന്റെ പാപം എന്തുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: ബലികളും കാഴ്ചകളും. ചോദ്യം 18. എന്തു ചെയ്യുവാനാണ് സാമുവേൽ ഭയപ്പെട്ടത്?
ഉത്തരം തനിക്കുണ്ടായ ദർശനം ഏലിയോട് പറയാൻ. ചോദ്യം 19. പ്രഭാതത്തിൽ ഉണർന്ന സാമുവൽ എന്താണ് ചെയ്തത്? ഉത്തരം കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു. ചോദ്യം 20. കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന ശേഷം സാമുവലിനെ ഏലി വിളിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം മകനെ സാമുവൽ. ചോദ്യം 21. അവിടുന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ എന്ത് സംഭവിക്കട്ടെ എന്നാണ് ഏലി സാമുവലിനോട് പറഞ്ഞത്? ഉത്തരം ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ. ചോദ്യം 22. പൂരിപ്പിക്കുക. സാമുവൽ വളർന്നു വന്നു. ഡാഷ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഉത്തരം കർത്താവ്. ചോദ്യം 23. പൂരിപ്പിക്കുക. സാമുവൽ വളർന്നു വന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ ഡാഷ് വ്യർത്ഥമാകാൻ അവിടെ ഇടവരുത്തിയില്ല. ഉത്തരം വാക്കുകളിലൊന്നും. ചോദ്യം 24. ദാൻ മുതൽ ബേർഷെബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞതെന്താണ്? ഉത്തരം സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന്. ചോദ്യം 25. കർത്താവ് സാമുവലിന് തന്നെ വെളിപ്പെടുത്തിയത് എവിടെ വെച്ചാണ്? ഉത്തരം ഷീലോയിൽ വെച്ച്. ചോദ്യം 26. പൂരിപ്പിക്കുക. സാമുവൽ കർത്താവിന്റെ ഡാഷ് ആയി തീർന്നിരിക്കുന്നുവെന്ന് ദാൻ മുതൽ ബേർഷെബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞു. ഉത്തരം പ്രവാചകൻ. ചോദ്യം 27. സാമുവൽ കർത്താവിന്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നുവെന്ന് എവിടെയുള്ള ഇസ്രായേൽ ജനമാണ് അറിഞ്ഞത്? ഉത്തരം ദാൻ മുതൽ ബേർഷെബ വരെയുള്ള. ചോദ്യം 28. പൂരിപ്പിക്കുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവൽ അപ്പോഴും അറിഞ്ഞില്ല, കാരണം അതുവരെ ഡാഷ് അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഉത്തരം കർത്താവിന്റെ ശബ്ദം. ചോദ്യം 29. കർത്താവ് സാമുവലിനെ വിളിച്ചത് എത്ര തവണയാണ്? ഉത്തരം 4 തവണ. ചോദ്യം 30. കർത്താവ് സാമുവൽ സാമുവൽ എന്ന് എത്ര തവണ വിളിച്ചതായാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം 2 തവണ. ചോദ്യം 1. 1 സാമുവൽ 4:1 അനുസരിച്ച് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ പാളയമടിച്ചത് എവിടെയാണ്? ഉത്തരം എബനേസറിൽ. ചോദ്യം 2. 1 സാമുവൽ 4:1 അനുസരിച്ച് ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ പാളയമടിച്ചത് എവിടെയാണ്? ഉത്തരം അഫെക്കിൽ. ചോദ്യം 3. ഫിലിസ്ത്യർക്കെതിരെയുള്ള ആദ്യ യുദ്ധത്തിൽ എത്ര ഇസ്രായേൽക്കാരാണ് കൊല്ലപ്പെട്ടത്? ഉത്തരം 4000-ഓളം. ചോദ്യം 4. ഫിലിസ്ത്യർക്കെതിരെയുള്ള ആദ്യ യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം മടങ്ങിയെത്തിയവരോട് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞതെന്താണ്? ഉത്തരം ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? ചോദ്യം 5. ഇസ്രായേൽക്കാർ ഷീലോയിൽ നിന്ന് കൊണ്ടുവന്നത് എന്താണ്? ഉത്തരം സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം. ചോദ്യം 6. സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകത്തോടൊപ്പം വന്ന പുരോഹിതർ ആരൊക്കെയായിരുന്നു? ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 7. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത്? ഉത്തരം ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. ചോദ്യം 8. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോഴുള്ള ഇസ്രായേൽ ജനത്തിന്റെ ആർത്തുവിളിയിൽ എന്ത് സംഭവിച്ചുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു. ചോദ്യം 9. കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയെന്ന് ഫിലിസ്ത്യർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഉത്തരം ആർത്തുവിളിയുടെ ശബ്ദം കേട്ട്. ചോദ്യം 10. പാളയത്തിൽ ആരെത്തിയിട്ടുണ്ടെന്നാണ് ഫിലിസ്ത്യർ പറഞ്ഞത്? ഉത്തരം ദേവന്മാർ. ചോദ്യം 11. ഫിലിസ്ത്യർ ഭയചകിതരായത് എപ്പോഴാണ്? ഉത്തരം കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ. ചോദ്യം 12. ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മളെ രക്ഷിക്കുമെന്ന് പറഞ്ഞത് ആരാണ്?
ഉത്തരം ഫിലിസ്തീർ. ചോദ്യം 13. ദേവന്മാർ ഈജിപ്തുകാരെ മരുഭൂമിയിൽ വെച്ച് എന്ത് ചെയ്തുവെന്നാണ് ഫിലിസ്തീർ പറഞ്ഞത്? ഉത്തരം നിരവധി ബാധകൾ കൊണ്ട് ഞെരുക്കി. ചോദ്യം 14. നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവിനെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഫിലിസ്തീനയുടെ നേതാക്കൾ. ചോദ്യം 15. രണ്ടാം യുദ്ധത്തിൽ ഇസ്രായേലിലെ എത്ര പടയാളികളാണ് നിലം പതിച്ചത്? ഉത്തരം 30,000. ചോദ്യം 16. രണ്ടാം യുദ്ധത്തിന് ശേഷം ഫിലിസ്തീർ കൈവശപ്പെടുത്തിയത് എന്താണ്? ഉത്തരം ദൈവത്തിന്റെ പേടകം. ചോദ്യം 17. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പുരോഹിതന്മാർ ആരൊക്കെയായിരുന്നു? ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 18. യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിലെത്തിയ മനുഷ്യൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു? ഉത്തരം ബെഞ്ചമിൻ. ചോദ്യം 19. യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിലെത്തിയ മനുഷ്യന്റെ വസ്ത്രത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഉത്തരം വലിച്ചു കീറിയിരുന്നു. ചോദ്യം 20. യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിലെത്തിയ മനുഷ്യന്റെ തലയിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഉത്തരം പൂഴി. ചോദ്യം 21. യുദ്ധരംഗത്ത് നിന്നോടിപ്പോയ മനുഷ്യൻ ഷീലോയിലെത്തിയപ്പോൾ ഏലി എവിടെയാണ് ഇരുന്നിരുന്നത്? ഉത്തരം പീഠത്തിൽ. ചോദ്യം 22. മരുഭൂമിയിൽ ഈജിപ്തുകാരെ പലവിധ ബാധകളാൽ ഞെരുക്കിയ ദേവന്മാരെ പറ്റി ഫിലിസ്തീർ പരാമർശിച്ചത് ഏത് വാക്യത്തിലാണ്? ഉത്തരം 1 സാമുവേൽ 4:8. ചോദ്യം 23. ഏലി ആകുലചിത്തനായിരുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ദൈവത്തിന്റെ പേടകത്തെക്കുറിച്ച്. ചോദ്യം 24. ഇസ്രായേൽ ജനത്തിന്റെ പരാജയ വാർത്ത ദൂതൻ പട്ടണത്തിൽ അറിയിച്ചപ്പോൾ പട്ടണവാസികൾ എന്താണ് ചെയ്തത്? ഉത്തരം മുറവിളി കൂട്ടി. ചോദ്യം 25. പട്ടണവാസികളുടെ മുറവിളി കേട്ടപ്പോൾ ഏലി ആദ്യം ചോദിച്ചത് എന്താണ്? ഉത്തരം എന്താണ് ഈ മുറവിളി? ചോദ്യം 26. ഇസ്രായേൽ ജനത്തിന്റെ പരാജയ വാർത്ത ദൂതൻ അറിയിക്കുന്ന സമയത്ത് ഏലിയുടെ പ്രായം എത്രയായിരുന്നു? ഉത്തരം 98. ചോദ്യം 27. താൻ എവിടെ നിന്ന് വന്നതാണെന്നാണ് ദൂതൻ ഏലിയോട് പറഞ്ഞത്? ഉത്തരം പടക്കളത്തിൽ നിന്ന്. ചോദ്യം 28. മകനെ എന്തു സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചത് ആരോടാണ്? ഉത്തരം ദൂതനോട്. ചോദ്യം 29. ദൂതൻ അറിയിച്ച വാർത്തയുടെ ശരിയായ ക്രമം ഏത്? 1. വലിയ പരാജയം. 2. ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടു. 3. ജനങ്ങൾ കൊല്ലപ്പെട്ടു. 4. ഇസ്രായേൽ തോറ്റോടി. 5. ഹോഫ്നിയും ഫിനെഹാസും വധിക്കപ്പെട്ടു. ഉത്തരം 4, 3, 1, 5, 2. ചോദ്യം 30. ഏലി പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞത് എന്ത് കേട്ടപ്പോഴാണ്? ഉത്തരം ദൈവത്തിന്റെ പേടകം. ചോദ്യം 31. ഏലി ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത് എത്ര വർഷമാണ്? ഉത്തരം 40 വർഷം. ചോദ്യം 32. ഫിനെഹാസിന്റെ ഭാര്യയെ പറ്റിയുള്ള ആദ്യ പരാമർശം എങ്ങനെയാണ്? ഉത്തരം അവൾക്ക് പ്രസവ സമയം അടുത്തിരുന്നു. ചോദ്യം 33. മരണാസന്നയായ ഫിനെഹാസിന്റെ ഭാര്യയോട് അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ പറഞ്ഞതെന്താണ്? ഉത്തരം ഭയപ്പെടേണ്ട, നീ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. ചോദ്യം 34. തന്നെ പരിചരിച്ചിരുന്ന സ്ത്രീകളുടെ ആശ്വാസവാക്കുകളോട് ഫിനെഹാസിന്റെ ഭാര്യ പ്രതികരിച്ചത് എങ്ങനെയാണ്? ഉത്തരം അവളതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. ചോദ്യം 35. ഇക്കാബോദ് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഉത്തരം മഹത്വം വിട്ടുപോയി. ചോദ്യം 36. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നുവെന്ന് ഫിനെഹാസിന്റെ ഭാര്യ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉത്തരം ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ.
ചോദ്യം 37. ഏലിയുടെ മരണത്തിന് ശേഷം ഉടൻ പരാമർശിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഫിനെഹാസിന്റെ ഭാര്യ. ചോദ്യം 38. പൂരിപ്പിക്കുക. ഏലിക്ക് 98 വയസ്സുണ്ടായിരുന്നു. അവൻ ഡാഷ് ആയിരുന്നു. ഉത്തരം മിക്കവാറും അന്ധനും. ചോദ്യം 39. പൂരിപ്പിക്കുക. ഫിലിസ്തീർ യുദ്ധം ചെയ്തു. ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. വലിയൊരു ഡാഷ് നടന്നു. ഉത്തരം നരവേട്ട. ചോദ്യം 40. പൂരിപ്പിക്കുക. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തന്റെ കുഞ്ഞിന് ഡാഷ് എന്ന് പേരിട്ടു. ഉത്തരം ഇക്കാബോദ്. ചോദ്യം 1. ഫിലിസ്തീർ കൈവശപ്പെടുത്തിയ ദൈവത്തിന്റെ പേടകം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം എബിനേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. ചോദ്യം 2. അഷ്ദോദിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ പേടകം ഫിലിസ്തീർ ആരുടെ ക്ഷേത്രത്തിലാണ് സ്ഥാപിച്ചത്? ഉത്തരം ദാഗോന്റെ. ചോദ്യം 3. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം സ്ഥാപിച്ചത് ക്ഷേത്രത്തിന്റെ എവിടെയായിട്ടാണ്? ഉത്തരം ദാഗോന്റെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ചോദ്യം 4. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം സ്ഥാപിച്ചതിന്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഉത്തരം ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നു. ചോദ്യം 5. ദാഗോന്റെ ബിംബം വീണ് കിടക്കുന്നത് കണ്ട അഷ്ദോദുകാർ എന്താണ് ചെയ്തത്? ഉത്തരം അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. ചോദ്യം 6. രണ്ടാം ദിവസം ദാഗോന്റെ ബിംബത്തിന് എന്താണ് സംഭവിച്ചത്? ഉത്തരം കർത്താവിന്റെ പേടകത്തിന് മുന്നിൽ മറിഞ്ഞു കിടന്നു. ചോദ്യം 7. ദാഗോന്റെ ശരീരഭാഗങ്ങളിൽ ഏതൊക്കെയാണ് അറ്റുപോയത്? ഉത്തരം തലയും കൈകളും. ചോദ്യം 8. ദാഗോന്റെ അറ്റുപോയ തലയും കൈകളും എവിടെയാണ് കിടന്നിരുന്നത്? ഉത്തരം വാതിൽപ്പടിയിൽ. ചോദ്യം 9. ദാഗോന്റെ ഏതു ഭാഗം മാത്രമാണ് അവശേഷിച്ചത്? ഉത്തരം ഉടൽ. ചോദ്യം 10. ദാഗോന്റെ തലയും കൈകളും അറ്റ് ക്ഷേത്രത്തിന്റെ വാതിൽപ്പടിയിൽ കിടന്നതുമൂലം പിന്നീട് ദാഗോന്റെ പുരോഹിതർ എന്തു ചെയ്തില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? ഉത്തരം വാതിൽപ്പടിയിൽ ചവിട്ടിയില്ല. ചോദ്യം 11. പൂരിപ്പിക്കുക. അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും ഡാഷ് ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത്? ഉത്തരം അഷ്ദോദിലുള്ള. ചോദ്യം 12. കർത്താവിന്റെ കരം ആർക്കെതിരെ പ്രബലമായി എന്നാണ് 1 സാമുവേൽ 5:6 പറയുന്നത്? ഉത്തരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ. ചോദ്യം 13. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവരുടെ മേൽ കർത്താവിന്റെ കരം പ്രബലമായപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം കുരുക്കൾ വരുത്തി. ചോദ്യം 14. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അഷ്ദോദിലെ ജനങ്ങൾ. ചോദ്യം 15. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കരം ആരുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നുവെന്നാണ് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞത്? ഉത്തരം നമ്മുടെയും നമ്മുടെ ദേവനായ ദാഗോന്റെയും മേൽ. ചോദ്യം 16. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം എന്തു ചെയ്യണമെന്നാണ് അഷ്ദോദുകാർ പറഞ്ഞത്? ഉത്തരം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട. ചോദ്യം 17. അഷ്ദോദുകാർ ആരെയാണ് ആളയച്ച് വിളിച്ചു കൂട്ടിയത്? ഉത്തരം ഫിലിസ്തീയ പ്രഭുക്കന്മാരെ. ചോദ്യം 18. പൂരിപ്പിക്കുക.
അവർ ആളയച്ച് ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. ഡാഷ് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഉത്തരം: ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം. ചോദ്യം 19. ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകാമെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഉത്തരം: ഗത്തിലേക്ക്. ചോദ്യം 20. ദൈവത്തിന്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം: ഗത്ത്. ചോദ്യം 21. ദൈവത്തിന്റെ പേടകം ഗത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം: കർത്താവ് ആ നഗരത്തെ ശിക്ഷിച്ചു. ചോദ്യം 22. ഗത്തിൽ കർത്താവിന്റെ ശിക്ഷയ്ക്കിരയായത് ആരായിരുന്നു? ഉത്തരം: ആബാലവൃദ്ധം ജനങ്ങളും. ചോദ്യം 23. ഗത്തിലെ ജനങ്ങളെ കർത്താവ് ശിക്ഷിച്ചത് അവരുടെ മേൽ എന്തു വർഷിച്ചാണ്? ഉത്തരം: കുരുക്കൾ. ചോദ്യം 24. ദൈവത്തിന്റെ പേടകം ഗത്തിൽ നിന്ന് എങ്ങോട്ടേക്കാണ് അയച്ചത്? ഉത്തരം: എക്രോണിലേക്ക്. ചോദ്യം 25. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം എന്തിനു കൊണ്ടുവന്നിരിക്കുന്നുവെന്നാണ് എക്രോൺ നിവാസികൾ പറഞ്ഞത്? ഉത്തരം: നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ. ചോദ്യം 26. ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം എന്തു ചെയ്യാനാണ് എക്രോൺ നിവാസികൾ പറഞ്ഞത്? ഉത്തരം: വിട്ടുകൊടുക്കുക. ചോദ്യം 27. എക്രോൺ നഗരത്തിൽ മുഴുവൻ സംഭ്രാന്തി പരക്കാൻ കാരണം എന്താണ്? ഉത്തരം: ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചതുകൊണ്ട്. ചോദ്യം 28. മരിക്കാതെ ശേഷിച്ച എക്രോൺ നിവാസികൾക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം: കുരുക്കൾ ബാധിച്ചു. ചോദ്യം 29. എന്ത് ആകാശത്തിലേക്ക് ഉയർന്നതായാണ് 1 സാമുവേൽ 5:12 പറയുന്നത്? ഉത്തരം: നഗരവാസികളുടെ നിലവിളി. ചോദ്യം 30. എക്രോൺ നഗരത്തെ മുഴുവൻ എന്തു ബാധിച്ചുവെന്നാണ് 1 സാമുവേൽ 5:11 പറയുന്നത്? ഉത്തരം: സംഭ്രാന്തി. ചോദ്യം 1. കർത്താവിന്റെ പേടകം എത്ര കാലമാണ് ഫിലിസ്ത്യരുടെ രാജ്യത്തുണ്ടായിരുന്നത്? ഉത്തരം: 7 മാസം. ചോദ്യം 2. കർത്താവിന്റെ പേടകത്തെക്കുറിച്ച് ആലോചിക്കാൻ ഫിലിസ്ത്യർ വിളിച്ചു വരുത്തിയത് ആരെയാണ്? ഉത്തരം: പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും. ചോദ്യം 3. ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ എങ്ങനെ അയക്കരുതെന്നാണ് പുരോഹിതന്മാർ പറഞ്ഞത്? ഉത്തരം: വെറും കൈയോടെ. ചോദ്യം 4. ഇസ്രായേല്യരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ കൂടെ എന്ത് കൊടുത്തയക്കണമെന്നാണ് ഫിലിസ്ത്യ പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും പറഞ്ഞത്? ഉത്തരം: ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ. ചോദ്യം 5. പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ കൊടുത്തയച്ചാൽ ഫിലിസ്ത്യർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും പറഞ്ഞത്? ഉത്തരം: നിങ്ങൾ സുഖം പ്രാപിക്കും. ചോദ്യം 6. എന്തു വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടത്തേക്ക് അർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം: ഫിലിസ്ത്യർ. ചോദ്യം 7. ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണ്ണ നിർമ്മിതമായ എത്ര കുരുക്കളാണ് അർപ്പിക്കേണ്ടത്? ഉത്തരം: 5. ചോദ്യം 8. സ്വർണ്ണ നിർമ്മിതമായ കുരുക്കളോടൊപ്പം മറ്റെന്തുകൂടി നൽകാനാണ് ഫിലിസ്ത്യരോട് പുരോഹിതന്മാർ പറഞ്ഞത്? ഉത്തരം: 5 എലികൾ. ചോദ്യം 9. നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കൾക്കും എങ്ങനെയുള്ള ബാധയാണ് ഉണ്ടായതെന്നാണ് പുരോഹിതർ ഫിലിസ്ത്യരോട് പറഞ്ഞത്? ഉത്തരം: ഒരേ ബാധ. ചോദ്യം 10. പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും സ്വർണത്തിൽ എന്തിന്റെ രൂപം ഉണ്ടാക്കുവാനാണ് ഫിലിസ്ത്യർക്ക് നിർദ്ദേശം നൽകിയത്? ഉത്തരം: കുരുക്കളുടെയും എലികളുടെയും.
ചോദ്യം 11. നിങ്ങളുടെ നാട് നശിപ്പിച്ചതിന്റെ രൂപം എന്താണെന്നാണ് പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും പറഞ്ഞത്? ഉത്തരം എലികൾ. ചോദ്യം 12. ഇസ്രായേല്യരുടെ എന്തിനെ പ്രകീർത്തിക്കുവിനെന്നാണ് പുരോഹിതർ ഫിലിസ്ത്യർക്ക് നിർദ്ദേശം നൽകുന്നത്? ഉത്തരം ദൈവത്തിന്റെ മഹിമയെ. ചോദ്യം 13. ആരെ പോലെ നിങ്ങൾ കഠിനഹൃദയരാകുന്നത് എന്തിന് എന്നാണ് പുരോഹിതർ ഫിലിസ്ത്യരോട് ചോദിച്ചത്? ഉത്തരം ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ. ചോദ്യം 14. ഈജിപ്തുകാരെയും ഫറവോയെയും അവിടുന്ന് എന്താക്കിയെന്നാണ് പുരോഹിതർ പറയുന്നത്? ഉത്തരം പരിഹാസപാത്രമാക്കി. ചോദ്യം 15. പുതിയതായി നിങ്ങൾ എന്തുണ്ടാക്കുവിനെന്നാണ് ഫിലിസ്ത്യർക്ക് നിർദ്ദേശം ലഭിച്ചത്? ഉത്തരം പുതിയ വണ്ടി. ചോദ്യം 16. പുതിയ വണ്ടിയോട് ചേർത്ത് എന്ത് കെട്ടാനാണ് ഫിലിസ്ത്യരോട് പുരോഹിതർ പറഞ്ഞത്? ഉത്തരം 2 കറവ പശുക്കൾ. ചോദ്യം 17. പുതിയ വണ്ടിയോട് ചേർത്ത് കെട്ടാൻ പറഞ്ഞ 2 കറവ പശുക്കളുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം ഒരിക്കലും നുകം വെച്ചിട്ടില്ലാത്ത. ചോദ്യം 18. പുതിയ വണ്ടിയോട് ചേർത്ത് കെട്ടാൻ പറഞ്ഞ കറവ പശുക്കളുടെ കുട്ടികളെ എവിടെയാണ് നിർത്തേണ്ടത്? ഉത്തരം വീട്ടിൽ. ചോദ്യം 19. കർത്താവിന്റെ പേടകമെടുത്ത് എവിടെ വയ്ക്കാനാണ് ഫിലിസ്ത്യർക്ക് നിർദ്ദേശം ലഭിച്ചത്? ഉത്തരം വണ്ടിയിൽ. ചോദ്യം 20. പ്രായശ്ചിത്ത ബലിക്ക് തയ്യാറാക്കിയ സ്വർണ്ണയുരുപ്പടികൾ എവിടെ വയ്ക്കാനാണ് പുരോഹിതർ പറഞ്ഞത്? ഉത്തരം ഒരു പെട്ടിക്കുള്ളിൽ. ചോദ്യം 21. സ്വർണ്ണയുരുപ്പടികൾ അടങ്ങിയ പെട്ടി എവിടെ വയ്ക്കാനാണ് ഫിലിസ്ത്യർക്ക് നിർദ്ദേശം ലഭിച്ചത്? ഉത്തരം പേടകത്തിന്റെ ഒരു വശത്ത്. ചോദ്യം 22. കറവ പശുക്കൾ എവിടേക്ക് പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനാണ് പുരോഹിതർ ഫിലിസ്ത്യരോട് പറഞ്ഞത്? ഉത്തരം ബത്ഷെമേഷിലേക്ക്. ചോദ്യം 23. കറവ പശുക്കൾ ബത്ഷെമേഷിലേക്കാണ് പോയതെങ്കിൽ എന്താണ് അതിനർത്ഥമെന്നാണ് പുരോഹിതർ പറഞ്ഞത്? ഉത്തരം കർത്താവിന്റെ കരങ്ങളാണ് അനർത്ഥം വരുത്തിയത്. ചോദ്യം 24. കറവ പശുക്കൾ ബത്ഷെമേഷിലേക്ക് പോയില്ലെങ്കിൽ എന്തനുമാനിക്കാമെന്നാണ് പുരോഹിതർ നിർദ്ദേശിച്ചത്? ഉത്തരം അനർത്ഥം യാദൃശ്ചികമായി വന്നതാണ്. ചോദ്യം 25. ഫിലിസ്ത്യർ എത്ര കറവ പശുക്കളെയാണ് കൊണ്ടുവന്നത്? ഉത്തരം 2. ചോദ്യം 26. ഫിലിസ്ത്യർ കറവ പശുക്കളുടെ കിടാങ്ങളെ എവിടെയാണ് നിർത്തിയത്? ഉത്തരം വീട്ടിൽ. ചോദ്യം 27. ഫിലിസ്ത്യർ കർത്താവിന്റെ പേടകത്തോടൊപ്പം വെച്ചത് എന്താണ്? ഉത്തരം സ്വർണ്ണനിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടി. ചോദ്യം 28. ഫിലിസ്ത്യരുടെ പശുക്കൾ ബത്ഷെമേഷിലേക്കുള്ള വഴിയിലൂടെ എങ്ങനെയാണ് പോയത്? ഉത്തരം അമറിക്കൊണ്ട് ഇടംവലം നോക്കാതെ നേരെ. ചോദ്യം 29. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പശുക്കളെ അനുധാവനം ചെയ്തത് എവിടെ വരെയാണ്? ഉത്തരം ബത്ഷെമേഷ് അതിർത്തി വരെ. ചോദ്യം 30. കർത്താവിന്റെ പേടകവും വഹിച്ചുകൊണ്ടുള്ള വണ്ടിയുമായി കാളകൾ ബത്ഷെമേഷ് അതിർത്തിയിലെത്തിയപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? ഉത്തരം വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചോദ്യം 31. ബത്ഷെമേഷിലെ ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം കർത്താവിന്റെ പേടകം. ചോദ്യം 32. കർത്താവിന്റെ പേടകം കണ്ടപ്പോൾ ബത്ഷെമേഷിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഉത്തരം അത്യധികം ആനന്ദിച്ചു. ചോദ്യം 33. കർത്താവിന്റെ പേടകവും വഹിച്ചുകൊണ്ടുള്ള വണ്ടി ആരുടെ വയലിലാണ് ചെന്ന് നിന്നത്? ഉത്തരം ബത്ഷെമേഷുകാരനായ ജോഷുവയുടെ. ചോദ്യം 34. ബത്ഷെമേഷുകാരനായ ജോഷുവയുടെ വയലിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഉത്തരം വലിയൊരു കല്ല്. ചോദ്യം 35. കർത്താവിന്റെ പേടകവും വഹിച്ചുകൊണ്ടുള്ള വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം കൊണ്ട് ബത്ഷെമേഷുകാർ എന്താണ് ചെയ്തത്?
ഉത്തരം വെട്ടിക്കീറി. ചോദ്യം 36. ബത്ശമേഷുകാർ കറവ പശുക്കളെ എന്താണ് ചെയ്തത്? ഉത്തരം ദഹനബലിയായി കർത്താവിന് സമർപ്പിച്ചു. ചോദ്യം 37. ബത്ശമേഷിലെത്തിയ പേടകവും സ്വർണ്ണയുരുപ്പടികളുള്ള പെട്ടിയും ആരാണ് താഴെ ഇറക്കിയത്? ഉത്തരം ലേവ്യർ. ചോദ്യം 38. ബത്ശമേഷിലെത്തിയ പേടകവും പെട്ടിയും ലേവ്യർ എവിടെയാണ് വെച്ചത്? ഉത്തരം വലിയ കല്ലിന്മേൽ. ചോദ്യം 39. ബത്ശമേഷിലെ ജനങ്ങൾ അന്ന് കർത്താവിന് എന്തെല്ലാം സമർപ്പിച്ചു? ഉത്തരം ദഹനബലികളും ഇതര ബലികളും. ചോദ്യം 40. ഫിലിസ്തീയ പ്രഭുക്കന്മാർ എത്ര പേരായിരുന്നു? ഉത്തരം 5. ചോദ്യം 41. ഫിലിസ്തീയ പ്രഭുക്കന്മാർ ബത്ശമേഷിൽ നിന്ന് എവിടേക്കാണ് മടങ്ങിയത്? ഉത്തരം എക്രോണിലേക്ക്. ചോദ്യം 42. ഫിലിസ്തീയർ നിർമ്മിച്ച 5 സ്വർണ്ണക്കുരുക്കളിൽ ഒന്നാമത്തേത് ഏത് നഗരത്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം അഷ്ദോദ്. ചോദ്യം 43. ഫിലിസ്തീയർ നിർമ്മിച്ച രണ്ടാമത്തെ സ്വർണ്ണക്കുരു ഏതു നഗരത്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ഗാസ. ചോദ്യം 44. ഫിലിസ്തീയർ നിർമ്മിച്ച മൂന്നാമത്തെ സ്വർണ്ണക്കുരു ഏതു നഗരത്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം അഷ്കലോൺ. ചോദ്യം 45. ഫിലിസ്തീയർ നിർമ്മിച്ച നാലാമത്തെ സ്വർണ്ണക്കുരു ഏതു നഗരത്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ഗത്ത്. ചോദ്യം 46. ഫിലിസ്തീയർ നിർമ്മിച്ച അഞ്ചാമത്തെ സ്വർണ്ണക്കുരു ഏതു നഗരത്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം എക്രോൺ. ചോദ്യം 47. സ്വർണ്ണ എലികളുടെ എണ്ണം എന്തിനെ അടിസ്ഥാനമാക്കിയായിരുന്നു? ഉത്തരം നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും എണ്ണത്തിന്. ചോദ്യം 48. ആരുടെ അധീനതയിലുള്ള നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ചായിരുന്നു സ്വർണ്ണ എലികൾ നിർമ്മിച്ചത്? ഉത്തരം ഫിലിസ്തീയ പ്രഭുക്കന്മാരുടെ. ചോദ്യം 48. കർത്താവിന്റെ പേടകം ഇറക്കി വെച്ച ആ വലിയ കല്ല് ഇന്നും എവിടെയുണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്? ഉത്തരം ബത്ശമേഷുകാരനായ ജോഷുവയുടെ വയലിൽ. ചോദ്യം 49. കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എത്ര ബത്ശമേഷുകാരെയാണ് അവിടുന്ന് വധിച്ചത്? ഉത്തരം 70. ചോദ്യം 50. ബത്ശമേഷിലെ ജനങ്ങൾ വിലപിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട്. ചോദ്യം 51. ബത്ശമേഷുകാർ ആരുടെ അടുത്തേക്കാണ് ദൂതന്മാരെ അയച്ചത്? ഉത്തരം കിരിയാത് യയറാമിലെ ജനങ്ങളുടെ അടുത്തേക്ക്. ചോദ്യം 52. കർത്താവിന്റെ പേടകം ഫിലിസ്തീയർ തിരിച്ചയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിനെന്ന് കിരിയാത് യയറാമിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടതാരാണ്? ഉത്തരം ബത്ശമേഷുകാർ അയച്ച ദൂതന്മാർ. ചോദ്യം 53. കിരിയാത് യയറാമിലെ ജനങ്ങളോട് എന്ത് ചെയ്യാനാണ് ബത്ശമേഷുകാർ ആവശ്യപ്പെട്ടത്? ഉത്തരം വന്ന് പേടകം ഏറ്റെടുത്തുകൊള്ളാൻ. ചോദ്യം 54. പൂരിപ്പിക്കുക. വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ഡാഷ് ആയി അവർ കർത്താവിന് സമർപ്പിച്ചു. ഉത്തരം ദഹനബലി. ചോദ്യം 55. പൂരിപ്പിക്കുക. ഫിലിസ്തീയ പ്രഭുക്കന്മാർ 5 പേരും അന്ന് തന്നെ ഡാഷിലേക്ക് മടങ്ങി. ഉത്തരം എക്രോൺ. ചോദ്യം 1. കിരിയാത് യയാറിമിലെ ആളുകൾ കർത്താവിന്റെ പേടകമെടുത്ത് ആരുടെ വീട്ടിലാണ് കൊണ്ടുപോയി സൂക്ഷിച്ചത്? ഉത്തരം അബിനാദാബിന്റെ വീട്ടിൽ. ചോദ്യം 2. അബിനാദാബിന്റെ ഭവനം എവിടെയായിരുന്നു? ഉത്തരം ഗിരിമുകളിൽ. ചോദ്യം 3. അബിനാദാബിന്റെ ഏത് പുത്രനെയാണ് കർത്താവിന്റെ പേടകം സൂക്ഷിക്കുന്നതിനായി അഭിഷേകം ചെയ്തത്? ഉത്തരം എലെയാസർ. ചോദ്യം 4. കർത്താവിന്റെ പേടകം അബിനാദാബിന്റെ ഭവനത്തിൽ എത്ര കാലം ഇരുന്നു? ഉത്തരം 20 വർഷം. ചോദ്യം 5.
എലെയാസർ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം അബിനാദാബിന്റെ. ചോദ്യം 6. എലെയാസറിനെ എന്തിനു വേണ്ടിയാണ് അഭിഷേകം ചെയ്തത്? ഉത്തരം കർത്താവിന്റെ പേടകം സൂക്ഷിക്കാൻ. ചോദ്യം 7. സാമുവൽ ഇസ്രായേൽ ജനത്തോട് എങ്ങനെ കർത്താവിങ്കിലേക്ക് തിരിയാനാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ. ചോദ്യം 8. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയണമെങ്കിൽ ആദ്യം എന്താണ് ബഹിഷ്കരിക്കേണ്ടിയിരുന്നത്? ഉത്തരം അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ചോദ്യം 9. അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് സാമുവൽ പറയുന്നത്? ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് ഇസ്രായേലിനെ ആരുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് സാമുവൽ പറയുന്നത്? ഉത്തരം ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന്. ചോദ്യം 11. ഇസ്രായേൽ ജനം എന്താണ് ബഹിഷ്കരിച്ചത്? ഉത്തരം ബാലിന്റെയും അസ്താർത്തയുടെയും ബിംബങ്ങൾ. ചോദ്യം 12. സാമുവൽ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടിയത് എവിടെയാണ്? ഉത്തരം മിസ്പായിൽ. ചോദ്യം 13. ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സാമുവൽ. ചോദ്യം 14. മിസ്പായിൽ ഒരുമിച്ച് കൂടാൻ സാമുവൽ ഇസ്രായേൽ ജനത്തോട് ആവശ്യപ്പെട്ടത് എന്തിനാണ്? ഉത്തരം അവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ചോദ്യം 15. മിസ്പായിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഇസ്രായേലിയർ എന്താണ് ചെയ്തത്? ഉത്തരം വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ചോദ്യം 16. മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ ജനം വെള്ളം കോരി എവിടെയാണ് പകർന്നത്? ഉത്തരം കർത്താവിന്റെ സന്നിധിയിൽ. ചോദ്യം 17. മിസ്പായിൽ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത്? ഉത്തരം ഉപവസിച്ചു. ചോദ്യം 18. സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ചാണ്? ഉത്തരം മിസ്പായിൽ. ചോദ്യം 19. ഇസ്രായേൽ ജനം മിസ്പായിൽ ഒരുമിച്ച് കൂടിയ വിവരം ആരാണ് അറിഞ്ഞത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. ചോദ്യം 20. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എന്താണ് ചെയ്തത്? ഉത്തരം ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ചോദ്യം 21. ഫിലിസ്ത്യർ ആക്രമിക്കാൻ പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം എങ്ങനെയാണ് പ്രതികരിച്ചത്? ഉത്തരം ഭയചകിതരായി. ചോദ്യം 22. ഇസ്രായേൽ ജനം സാമുവലിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഉത്തരം ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ചോദ്യം 23. പൂരിപ്പിക്കുക. സാമുവൽ ഡാഷ് ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചു. ഉത്തരം മുലകുടി മാറാത്ത. ചോദ്യം 24. സാമുവൽ കുഞ്ഞാടിനെ എന്തായിട്ടാണ് കർത്താവിന് അർപ്പിച്ചത്? ഉത്തരം സമ്പൂർണ്ണ ദഹനബലിയായി. ചോദ്യം 25. അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. ആര്? ഉത്തരം സാമുവൽ. ചോദ്യം 26. ഫിലിസ്തീയർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നപ്പോൾ സാമുവൽ എന്തു ചെയ്യുകയായിരുന്നു? ഉത്തരം ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചോദ്യം 27. ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്ന ഫിലിസ്തീയർക്കെതിരെ കർത്താവ് എന്താണ് ചെയ്തത്? ഉത്തരം ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി. ചോദ്യം 28. ഇടിനാദം കേട്ട ഫിലിസ്തീയർക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം സംഭ്രാന്തരായി. ചോദ്യം 29. ഇസ്രായേലിയർ ഫിലിസ്തീയരെ മിസ്പായിൽ നിന്ന് എവിടം വരെയാണ് പിന്തുടർന്നത്? ഉത്തരം ബത്കാർ വരെ. ചോദ്യം 30. സാമുവൽ എവിടെയാണ് കല്ല് സ്ഥാപിച്ചത്? ഉത്തരം മിസ്പായ്ക്കും ജഷാനയ്ക്കും മധ്യേ. ചോദ്യം 31. സാമുവൽ കല്ല് സ്ഥാപിച്ച സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? ഉത്തരം എബനേസർ. ചോദ്യം 32. എന്തു പറഞ്ഞിട്ടാണ് സാമുവൽ കല്ല് സ്ഥാപിച്ച ആ സ്ഥലത്തിന് എബനേസർ എന്ന് പേരിട്ടത്? ഉത്തരം ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു. ചോദ്യം 33. ഫിലിസ്തീനിൽ നിന്ന് ഇസ്രായേലിന് തിരികെ ലഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു?
ഉത്തരം എക്രോൺ മുതൽ ഗത്ത് വരെ. ചോദ്യം 34. സാമുവലിന്റെ കാലത്ത് ഇസ്രായേലും ആരുമായാണ് സമാധാനമുണ്ടായത്? ഉത്തരം അമോര്യർ. ചോദ്യം 35. പൂരിപ്പിക്കുക. സാമുവൽ ഡാഷ് ഇസ്രായേലിൽ നീതിപാലനം നടത്തി. ഉത്തരം തന്റെ ജീവിതകാലം അത്രയും. ചോദ്യം 36. സാമുവൽ വർഷം തോറും സഞ്ചരിച്ച് നീതിപാലനം നടത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബഥേൽ, ഗിൽഗാൽ, മിസ്പ. ചോദ്യം 37. ബഥേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച സാമുവൽ അവിടെ എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം നീതിപാലനം നടത്തി. ചോദ്യം 38. സാമുവലിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? ഉത്തരം റാമായിൽ. ചോദ്യം 39. സാമുവൽ മടങ്ങിപ്പോയത് എവിടേക്കാണ്? ഉത്തരം റാമായിലേക്ക്. ചോദ്യം 40. സാമുവൽ റാമായിൽ എന്താണ് ചെയ്തത്? ഉത്തരം അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു. ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.